ചില ചാർട്ടുകളിൽ നമുക്ക് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ബുധൻ വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്നു. മൂൺ ചന്ദ്രൻ വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ബുധനും വളരെ നീചത്തിൽ പോയി. അപ്പോൾ ബുദ്ധിപരമായിട്ട് നോക്കുമ്പോൾ ബുധൻ നീചത്തിൽ പോയി. മറ്റേത് മൂൺ നമ്മുടെ മനസ്സിനെ ഭരിക്കുന്ന ഗ്രഹം, അതും വളരെ നെഗറ്റീവായിട്ട് പോയെങ്കിൽ ആൾക്കൊരു ഡിപ്രഷൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലുള്ളതായിരിക്കും. അല്ലെങ്കിൽ മെൻ്റലി ആള് വീക്കായിരിക്കും. അതൊക്കെ ഡിപ്പെൻസ് ആണ് കേട്ടോ. ആ ഒരു ചാർട്ട് നോക്കിയിട്ടാണ് ചിലപ്പോൾ അതൊരു മാനസിക രോഗത്തിലോട്ട് കടന്നു പോകുന്ന ചാൻസ് ഉള്ള ആളായിരിക്കും. ഒട്ടും മെന്റലി പവർഫുൾ ആയിരിക്കത്തില്ല. മനസ്സിലായില്ല, ഭയങ്കര വീക്കായിട്ട് ഇൻട്രോവേർട്ടായിട്ട് വീട്ടിൽ നിൽക്കുന്നതും അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ഈ പ്ലാനറ്റ്സിനെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ്. ബുധനും ചന്ദ്രനും വളരെ നെഗറ്റീവായി നിന്നാൽ മെന്റലി ആള് വളരെ വീക്കായിരിക്കും. ബുദ്ധിപരമായി തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത ആളായിരിക്കും. ബുദ്ധിക്കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മപ്പെശകാകാം, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റാതെ ആകും. നോർമലിൽ നിന്ന് കുറച്ച് താഴെയായിരിക്കും ഇങ്ങനെയുള്ള ആളുടെ ചാർട്ട്. നമുക്ക് പരിശോധിച്ച് അപ്പം അറിയാൻ പറ്റും, അപ്പോഴറിയാൻ പറ്റും. അപ്പം ചിലതിനൊന്നും ഞാൻ പറഞ്ഞില്ല, ചിലർക്ക് കല്ലില്ല അതിനൊന്നും. ബുധന്റെയോ ചന്ദ്രന്റെയോ സ്റ്റോൺ അവിടെ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള പ്രീവിയസ് ബർത്ത് കർമ്മയാണ്. ഇതെല്ലാവർക്കും അതെ. പ്ലസ് നമുക്ക് എല്ലാവർക്കും പ്ലസും മൈനസും വരുന്നത് പ്രീവിയസ് ബർത്ത് ചാർട്ടാണ്. പ്രീവിയസ് ബർത്ത് ഉണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നു. അതിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഈ ചാർട്ട്. നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ, കാരണം ഒരു കുട്ടി ജനിച്ച അന്നല്ല ചാർട്ട്, അന്നല്ലെങ്കിൽ അതിൻ്റെ ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ ചാർട്ട് നോക്കുമ്പോഴേ നമ്മളെങ്ങനെ ഇത് പറയാൻ പറ്റും നമുക്ക്. ഇത് എന്തോ ഒരു സംഭവം അതിൻ്റെ ബാക്കിലുണ്ട്. പ്രീവിയസ് ബർത്ത് കർമാസ് റിലേറ്റഡ് ആണ്. അതിനെല്ലാത്തിനകത്തും ചിലതിനൊന്നും ഒരു പരിഹാരങ്ങളും ഇല്ലാത്ത ചാർട്ടുകൾ നമ്മൾ അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്.